ഈ എതിർപ്പ് പറയുന്ന ആളുകൾ കേരളത്തിലെ സർവകലാശാലകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. എല്ലാ സർവകലാശാലകളും വന്നു. UGC മാർഗരേഖ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകൾക്ക് എങ്ങനെയാണ് രാജ്യം അംഗീകരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം ഒഴിവാക്കാൻ സാധിക്കുക? അത് ഒരു സംസ്ഥാന സർക്കാരിന് മറന്നു നിൽക്കാൻ സാധിക്കില്ല, നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും. ഇപ്പോൾ എതിർപ്പ് പറയുന്ന തമിഴ്നാടിനായാലും ബംഗാളിനായാലും നാളെ ഇത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. അംഗീകരിക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണ്. രാജ്യം നടപ്പിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് വാശി പിടിക്കാനൊന്നും ഒരു ഗവൺമെൻറ്റുകൾക്കും സാധിക്കില്ല. കുറച്ചു കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തിക കുരുക്കിൽപ്പെടുത്തി സമ്മർദ്ദപ്പെടുത്തി വേറെ നിവൃത്തിയില്ലാതെയാണ് സഹകരിക്കുന്നത് എന്നൊരു വ്യാഖ്യാനമാണ് കേരളത്തിൽ ഉൾപ്പെടെ ഭരണമുന്നണി നടത്തുന്നത്. അങ്ങനെയാണോ? അത് കണ്ണിൽ പൊടിയിലാണോ? അല്ല, സാമ്പത്തിക കുരുക്കല്ലല്ലോ. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഭാഗമായിട്ടുള്ള പണം കിട്ടുള്ളൂ. അല്ലാതെ പണം വെറുതെ കൊടുക്കാൻ പറ്റുമോ? PM ശ്രീ പദ്ധതിക്ക് വേണ്ടി സർക്കാർ അലോട്ട് ചെയ്യുന്ന പണമുണ്ട്. ആ പണം ലഭിക്കണമെങ്കിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കണം. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് സർവ്വശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ്. അതൊരു കേന്ദ്ര പ്രൊജക്റ്റാണ്. അതിൻ്റെ പണം കിട്ടണമെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കണം. ഇത് തന്നെയാണ് UGCയുടെയും പ്രശ്നം. കേരളത്തിലെ സർവകലാശാലകളെ UGCയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ UGC പണം കൊടുക്കുമോ? ഞങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല. രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയങ്ങളൊന്നും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. പാർലമെൻറ്റ് അംഗീകരിച്ച നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് പണം കിട്ടണം. അതെങ്ങനെ സാധിക്കും? ഈ PM ശ്രീ നടപ്പിലാക്കാതെ ആ പണം എങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുക? ഏത് വകുപ്പിൽപ്പെടുത്തി കൊടുക്കും? നാളെ ഓഡിറ്റർ CAGയുടെ കണക്കിൽ ഞങ്ങളെന്ത് പറയും? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കണമെങ്കിൽ അത് നടപ്പിലാക്കണം. അത് ഞങ്ങൾ സംസ്ഥാന സർക്കാരോട് പറഞ്ഞിട്ടുണ്ട്. PM ശ്രീ നടപ്പാക്കാത്തതിൻ്റെ പണം വേണ്ട എന്നാണ്. PM ശ്രീ നടപ്പാക്കാത്തതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷയുടെ ഫണ്ട്, അതാണ് മേജർ ഷെയർ ഉള്ളത്. 1286 കോടി കൊടുക്കാനുള്ളത് സമഗ്ര ശിക്ഷയുടെ ഫണ്ടാണ്. അത് PM ശ്രീ ആയിട്ട് ബന്ധമില്ല. അത് രണ്ടും കണക്ട് ചെയ്യുന്നതാണ് പ്രശ്നം. സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നുള്ളത് ഈ രാജ്യം ഉണ്ടായതുപോലെ ഉണ്ടായതല്ലോ. കഴിഞ്ഞ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് സർവ്വശിക്ഷാ അഭിയാൻ. പുതിയ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ സർവ്വശിക്ഷാ അഭിയാൻ്റെ ഭാഗമാണ് PM ശ്രീ പദ്ധതി. സർവ്വശിക്ഷാ അഭിയാൻ എന്തായിരുന്നു? സർവ്വശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ അഭിരുചി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. ആ അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നൂതനമായിട്ടുള്ള വിദ്യാഭ്യാസ ആശയങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് PM ശ്രീ പദ്ധതി. അത് കണക്റ്റഡ് ആണ്. സർവ്വശിക്ഷാ അഭിയാൻ്റെ ഭാഗമാണ് PM ശ്രീ പദ്ധതി. അതുകൊണ്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രമേ സർവ്വശിക്ഷാ അഭിയാൻ്റെ പണം കിട്ടുള്ളൂ. അത് സിമ്പിളാണ്. ഈ പോയിന്റ് തന്നെയാണ് ഇവിടെ CPM ഉൾപ്പെടെ ഭരണത്തിൽ പ്രധാന കക്ഷികളടക്കം പറയുന്നത്. പക്ഷേ ഇത് പറയുമ്പോഴും നിങ്ങൾ നേരിട്ട് ഭാഗമാക്കല്ലെങ്കിലും അപ്പുറത്ത് നടക്കുന്ന ഒരു ചർച്ച കാണുന്നുണ്ടാവുമല്ലോ. അതിൽ നടക്കുന്ന തർക്കങ്ങളിൽ ഒരു മുന്നണിയുടെ ഒരു ഭാഗത്തെ ഇരട്ടിൽ നിർത്തിക്കൊണ്ട് CPM തീരുമാനമെടുത്തെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭരണത്തിൽ നേതൃത്വം നൽകുന്നവർക്ക് ഇക്കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ട്, ഇതിൽ നിന്ന് വെട്ടി നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിലൊക്കെ വൃത്തുന്നതാണോ കാണുന്നത്? സ്വാഭാവികമാണ്. അതൊരു ഗവൺമെൻറ് ആണല്ലോ. ഗവൺമെൻറ് എത്രയല്ലേ സാധിക്കുള്ളൂ? ഗവൺമെൻറ് ഇതിപ്പോൾ ഇത് ആദ്യമായിട്ടല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യമന്ത്രി എന്നുള്ള പേര് വീണ ജോർജ് എന്താ ആവശ്യത്തിലാണ് പ്രസംഗിച്ചത്? ഞങ്ങളങ്ങനെ പറ്റില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേൾക്കുമ്പോൾ നമുക്കൊരു വികാരം, ഒരു രോമമൊക്കെ എടുത്ത് പിടിക്കും. പക്ഷേ ഞങ്ങളതിനെ നിസ്സാരമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്കറിയാമായിരുന്നു അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം രാജ്യം BJP ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്ന് ചില സന്ദർഭത്തിൽ കേരളത്തിലെ CPM മന്ത്രിമാരോട് മറന്നുപോകും. അത് ഓർമ്മപ്പെടുത്തേണ്ട സന്ദർഭത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒരു പാർട്ടി ഉണ്ട് എന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാണിപ്പോൾ EP ജയരാജൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ. ഇങ്ങനൊരു പാർട്ടി ഉണ്ടെന്ന് കേരളത്തിലെ ആൾക്കാർക്ക് ബോധ്യപ്പെടാൻ ഇങ്ങനെയൊക്കെ പറയണം. അതുകൊണ്ടായിരിക്കും. അത് അവരുടെ കാര്യമാണ്. ഇതൊക്കെ എത്ര വട്ടം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ, പണ്ട് നമ്മുടെ കുട്ടനാട് MLAയുടെ വിഷയം വന്നപ്പോൾ ഇതിനേക്കാൾ വലിയ ബഹളം കേരളത്തിലുണ്ടായതല്ലേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? CPI എവിടെ പോവാണ്? പിന്നെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് CPI മന്ത്രിമാരെന്തിനാണ്? ഒരു തെറ്റ് തിരുത്താൻ ഗവൺമെൻറ് തയ്യാറാവുമ്പോൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന് എന്താ കുഴപ്പം? സർക്കാർ നേരത്തെ തന്നെ, കാരണം ഒരു വർഷമാണ് നഷ്ടപ്പെട്ടത്. ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് പുതിയ സമീപനമനുസരിച്ച് ഒരു ടേമിൽ പണം പാഴായാൽ ആ പണം പിന്നീട് കൊടുക്കില്ല. ഈ ഗവൺമെൻറ് എപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് പഴയ പണം കിട്ടണമെന്നാണ്. അങ്ങനെ ഇപ്പം ഈ ഒരു പോളിസിക്കല്ല. ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലേക്ക് ഒരു പരിഷ്കാരത്തിന് വേണ്ടി ഒരു ഗവൺമെൻറ് പണം അനുവദിച്ചാൽ ആ കാലയളവിൽ അത് നടപ്പിലാക്കിയില്ല, ആ പണം ലാപ്സായി പോകും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഈ PM ശ്രീ പദ്ധതിക്ക് വേണ്ടി അലോട്ട് ചെയ്യപ്പെട്ട പണം നമുക്ക് നഷ്ടമായി പോയി. അതിൻ്റെ ആത്യന്തികമായ നഷ്ടം ആർക്കാണ്? ആത്യന്തികമായ നഷ്ടം വിദ്യാർത്ഥികൾക്കാണ്.
ഒരു വർഷം മുമ്പേ എടുക്കേണ്ട തീരുമാനമായിരുന്നു. കുറച്ച് വൈകിട്ടാണെങ്കിലും ആ തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വന്നത് നല്ല കാര്യമാണ്. അതിൻ്റെ പ്രയോജനം കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിനെ അഭിനന്ദിക്കാൻ തയ്യാറാകുന്നത്. പാലക്കാട് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. അതിനെ ജില്ലാധ്യക്ഷനൊക്കെ തള്ളിപ്പറഞ്ഞു. സംസ്ഥാന നേതൃത്വം അവർക്കായി നടപടിയെടുത്തു. അല്ല, പാർട്ടി അത് പരിശോധിക്കും ഏത് സാഹചര്യത്തിലാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് BJP പ്രത്യക്ഷ സമരരംഗത്തുള്ള പാർട്ടിയാണ്. ഞങ്ങളവിടെ BJP നേതൃത്വം കൊടുക്കുന്ന പരിപാടികളിലേക്കൊന്നും MLA ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മുനിസിപ്പാലിറ്റി നേതൃത്വം കൊടുക്കുന്ന 2 പ്രോഗ്രാമുകൾ അവിടെ ഉണ്ടായിരുന്നു. നിരവധി ഉദ്ഘാടനങ്ങളിലായിരുന്നു. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മുനിസിപ്പാലിറ്റി ഭരണസമിതി വിളിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് പാർട്ടി പരിശോധിക്കുന്നതായിരിക്കും. ഏതാണ് BJPക്ക് അതിനോട് യോജിപ്പില്ല. വീഴ്ച പറ്റിയെന്നുള്ള കാര്യം അത് പരിശോധിക്കണം. സ്വാഭാവികമായിട്ട് പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും. വീഴ്ചയുണ്ടായെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടല്ലോ. അത് പരിശോധിക്കും. ഏത് സാഹചര്യത്തിലാണെന്ന് പരിശോധിക്കും.